വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഗസയുടെ കിഴക്ക് ഭാഗത്ത് 2 സ്കൂളുകളിൽ കൂടി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. 30-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഫലസ്തീൻ അധികാരികൾ പറയുന്നത് 170-ലധികം ഷെൽട്ടറുകളാണ് ഇസ്രായേൽ സേന തകർത്ത് കളഞ്ഞതെന്നാണ്. ഈ ഷെൽട്ടറുകളിലധികവും സ്കൂളുകളായിരുന്നു. ഇസ്രായേൽ സേന അൽ സഹാറ സ്കൂൾ നടത്തിയ ആക്രമണത്തിൽ നിരവധി സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. ഈ സ്കൂളിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സിവിൽ ഡിഫൻസ് വിഭാഗം. ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ കഴുതവണ്ടികൾ വരെ ഗസയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഗസയിലെ അൽ ബുറൈജി റെഫ്യൂജി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ 16-ലധികം സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ 14-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സദേൺ ഗസയിലെ ഖാൻ യൂനിസിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന വീണ്ടും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഇസ്രായേൽ സേന നിരന്തരം ലക്ഷ്യം വെക്കുന്നത് ഗസയിലെ സ്കൂളുകളെയാണ്. ഈ സ്കൂളുകളിലെ ഷെൽട്ടറിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നവരിലധികം സ്ത്രീകളും കുട്ടികളും വയസ്സായവരുമാണ്. എന്നാൽ ഇവർക്കിടയിൽ ഹമാസിന്റെ പോരാളികൾ ഉണ്ടാകും എന്ന നിഗമനത്തിലാണ് ഈ സ്കൂളുകളിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നടക്കുന്നത്. ഈ ആക്രമണത്തിലാണ് നിരപരാധികളായ ഫലസ്തീനികൾ നിരവധി കൊല്ലപ്പെടുന്നത്. ആഴ്ചകൾക്കിടയിൽ ഇസ്രായേൽ സേന ഗസയിൽ തകർത്തത് 8 സ്കൂളുകളാണ്. ഈ സ്കൂളുകളെല്ലാം തന്നെ ഫലസ്തീന്റെ അഭയാർത്ഥി ക്യാമ്പുകളുമായിരുന്നു. അതുകൊണ്ട് തന്നെ നിസ്സഹായരായ നിരവധി ഫലസ്തീനികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവിടെ ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ കുടുംബങ്ങളെയാണ് നിരവധി തവണ ആട്ടിയോടിക്കപ്പെടുന്നത്. എന്തിനാണ് തങ്ങൾ എത്രമാത്രം വേട്ടയാടപ്പെടുന്നതെന്ന് മനസ്സിലാതെയായിരിക്കുന്നു ഫലസ്തീനിലെ ജനങ്ങൾക്ക്. ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങൾ ഏതർത്ഥത്തിലും ഇസ്രായേലിന്റെ ഭാവി സുരക്ഷിതമല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. മുമ്പ് 30% ജനങ്ങൾക്ക് മാത്രമായിരുന്നു ഇസ്രായേലിനോട് പകയുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മുഴുവൻ ഫലസ്തീനികൾക്കും ഇസ്രായേലിനോട് ശത്രുതയാണ്. ഇതിനിടെ ഫലസ്തീൻ അതോറിറ്റിയുമായി ബന്ധം പുലർത്തിയ നോർവീജിയൻ നയതന്ത്ര പ്രതിനിധികൾക്കുള്ള അംഗീകാരം ഇസ്രായേൽ പിൻവലിച്ചു. അവർ ഫലസ്തീനെ സ്വന്തം രാജ്യമായി അംഗീകരിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇസ്രായേലിന്റെ നടപടി. നോർവേയുടെ വിദേശകാര്യമന്ത്രി പുറത്തിറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, ഫലസ്തീൻ ജനതയോടുള്ള ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഞങ്ങളുടെ കഴിവിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ നടപടിയാണ് ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുക എന്നാണ്. ഞങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾക്കെതിരെ ഇസ്രായേൽ എടുത്ത നടപടിയിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഉറപ്പിക്കുന്നത് ഇസ്രായേലും ഫലസ്തീനും 2 സ്വതന്ത്ര രാജ്യങ്ങൾ എന്ന തീരുമാനത്തെ ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ലബനൻ ഇസ്രായേൽ ബോർഡറിൽ യുദ്ധഭീതിയിൽ തുടരുക തന്നെയാണ്. സീനിയർ ഹിസ്ബുള്ള കമാൻഡറും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയും കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാനും ഹിസ്ബുള്ളയും പ്രതികാരത്തിന്റെ കൊടിക്കൂടുകൾ ഉയർത്തി പ്രതികാരത്തിന്റെ ദിനങ്ങൾ എണ്ണി നിൽക്കുകയാണ്. പ്രതികാരത്തിന്റെ കൊടി ബോർഡറിലുടനീളം തെക്കൻ ലബനന്റെ ബോർഡറിലുടനീളം ഹിസ്ബുള്ള ഉയർത്തിയിട്ടുണ്ട്. അതിനർത്ഥം ഹിസ്ബുള്ള ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ലബനാനിൽ ഹിസ്ബുള്ളയുടെ അഭിമാന സ്തംഭമായി 2006 ഇസ്രായേലുമായി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഈ ഹിസ്ബുള്ള കമാൻഡർമാരുടെ ഫോട്ടോകൾ ത്രസിച്ച് നിൽക്കുന്ന ഒരു വിൻറ്റേജ് വേയിൽ തെക്കൻ ലബനാനിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട്. ഹിസ്ബുള്ള കൂടുതലായും സൈന്യത്തെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ സിവിലിയന്മാരെ കൊന്നൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ലോകം കൂടുതൽ പരിഭ്രമത്തോടെയും എന്നാൽ കൂടുതൽ ആകാംക്ഷയോടെയും നോക്കിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും പ്രത്യാക്രമണത്തെ അത് എവിടെ എപ്പോൾ സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ്. ലോകവും ലോകജനതയും ആശങ്കാകുലരാണ്. അതേസമയം അമേരിക്ക ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാൻ എങ്ങാനും ഇസ്രായേലിനെ അതിരുവിട്ട് ആക്രമിച്ചാൽ അതിന്റെ അനന്തരഫലം ഭയാനകമായിരിക്കുമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത്. ഗസയിൽ ഇസ്രായേലിന്റെ വിജയം ഇല്ലാതാക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഇറാനും അവരുടെ സഖ്യകക്ഷികളും ഒന്നിക്കുന്നത്, അത് ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. ഏതു നിമിഷവും ഇറാനും സഖ്യകക്ഷികളും ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം. ഈ ഞായറാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഞായറാഴ്ച തന്നെ അത് സംഭവിച്ചിരിക്കുമെന്നാണ് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ഏത് രൂപത്തിലുള്ള ബഹുമുഖ ആക്രമണം ഇസ്രായേലിന് നേരെ വന്നാലും അതിന് തടയിടാൻ അമേരിക്ക സർവ്വസന്നാഹങ്ങളുമായി മേഖലയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ എത്ര ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുമ്പോഴും ഒറ്റയ്ക്ക് ഇസ്രായേൽ ഒന്നുമല്ലെന്ന് ഇസ്രായേലിന്റെ സമീപനം തന്നെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതേസമയം ഈജിപ്തും ഖത്തറും അമേരിക്കയും വീണ്ടും തണുത്തുറഞ്ഞുപോയ വെടിനിർത്തൽ കരാറിനെ പുറത്തേക്കെടുത്ത് പൊടി തട്ടി പുറത്തേക്കെടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ പറയുന്നത്
വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള യഥാർത്ഥ സമയം എത്തിക്കഴിഞ്ഞുവെന്നാണ്. ഇനിയും ഗസയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി തളച്ചിടാനാവില്ലെന്നാണ്. അതിനുവേണ്ടി കൈറോയിലോ ദോഹയിലോ ആഗസ്റ്റ് 15 വീണ്ടും മധ്യസ്ഥ ശ്രമങ്ങൾ പുനരാരംഭിക്കുകയും പദ്ധതി നടപ്പിൽ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇറാൻ, യമനിലെ ഹൂത്തികൾ, ഹിസ്ബുള്ള തുടങ്ങിയവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുമ്പോൾ ഈ സീസ് ഫയർ ചർച്ച ഏത് നിലയ്ക്ക് പ്രാവർത്തികമാകും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.